എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവും അതുപോലെ തന്നെ ഗൂഗിൾ ഫോട്ടോസും എങ്ങനെ ഉപയോഗിക്കാം, നമ്മൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന മുമ്പായിട്ട് വീഡിയോസ് അല്ലെങ്കിൽ MP3 എല്ലാം എങ്ങനെ സേവ് ചെയ്ത് വെക്കാം എന്നൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഗൂഗിൾ ഫോട്ടോസും അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവും ഉപയോഗിച്ച് തന്നെ നമ്മുടെ ഫോണിലെ മെമ്മറി സ്റ്റോറേജ്, നമ്മുടെ സ്റ്റോറേജ് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാം അല്ലെങ്കിൽ നിലനിർത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഏത് വീഡിയോ ആണോ അല്ലെങ്കിൽ ഏത് MP3 ആണോ ഫോട്ടോസ് ആണോ നമുക്ക് സേവ് ചെയ്ത് വെക്കേണ്ടത്, അതിൽ ലോങ് പ്രസ് ചെയ്യുക, ഷെയർ കൊടുക്കുക. ഷെയർ കൊടുത്തു കഴിയുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഗൂഗിൾ ഡ്രൈവോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസോ സെലക്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. ഡ്രൈവിലോ ഫോട്ടോസിലോ പോവുക, അവിടെ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഡൗൺലോഡ് അമർത്തി കഴിഞ്ഞാൽ, ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മളെ ഗാലറിയിലേക്ക് തന്നെ അത് സേവ് ആവുന്നതാണ്. ഇത് ഒരു കാരണവശാലും നമുക്ക് നഷ്ടമാവുകയില്ല. അത് സേഫായിട്ട് അവിടെ ഉണ്ടാകും. നിങ്ങൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയോ ഫോൺ നഷ്ടപ്പെടുകയോ, അതാണ് ശ്രദ്ധിക്കണം. നമ്മൾ ഫോൺ നഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ അടുത്ത ഫോണിൽ നമ്മൾ ഗൂഗിളിൽ സൈൻ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോട്ടോസും വീഡിയോസും അവിടെ സേഫായിരിക്കും. നമുക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാം. നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവിനെയും അതുപോലെ തന്നെ ഫോട്ടോസിനെയും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. അപ്പം മെമ്മറി ഫുള്ളാകുന്നു എന്നുള്ള പരാതികൾ നമുക്കുണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫോണ് സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഫോണിൽ എപ്പോഴും നമ്മൾ എടുത്ത ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒന്നും നഷ്ടമാവാതെ തന്നെ അവിടെ ഉണ്ടാകും. മെമ്മറിയും ഫുള്ളാവുകയില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൽ നല്ലൊരു വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും